എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷത്തിൽ ഫലപ്രവചനം എങ്ങനെ വളരെ ലളിതമായി നടത്താമെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ സെഗ്മെൻറ്റിലുള്ളത്. ഇത് രണ്ടാമത്തെ വീഡിയോയാണ്. ഒന്നാമത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ജ്യോതിഷം എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി ലഗ്നഭാവകാരകത്വം ആണ് പറയുന്നത്. അതായത് ഒന്നാം ഭാവത്തിനെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് പറയാം അല്ലെ ചിന്തിക്കാം എന്നതാണ് ഇവിടെ പറയുന്നത്. 5 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. 5ഉം ഒരേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെയും വ്യത്യസ്തമായ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതാണ്. ആദ്യമേ പ്രശ്നമാർഗത്തിലെ ഒരു ശ്ലോകം നമുക്ക് നോക്കാം. ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതിശ്രേയോ യശസ്സുഖം ജയോ വപുശ്ച തത്സർവം ചിന്തനീയം വിലഗ്നത. അടുത്തതായിട്ട് പ്രശ്നാനുഷ്ഠാന പദ്ധതിയിൽ ശങ്കരഗുരു പറഞ്ഞിരിക്കുന്നത് ലഗ്നാത് ചിന്ത്യം മൂർത്തി കീർത്തി സ്ഥിതിഞ്ച എന്നാണ്. അടുത്തത് ഫലദീപികയിൽ പറഞ്ഞിരിക്കുന്നു ലഗ്നം ഹോര കല്യ ദേഹോ ഉദയാഖ്യം രൂപം ശീർഷം വർത്തമാനം ച ജന്മ എന്നും. ജാതക പാരിജാതത്തിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരീരവർണ്ണാകൃതി ലക്ഷണാനി യശോ ഗുണസ്ഥാന സുഖ അസുഖാനി പ്രഭാവ തേജോബല ദുർബലാനി ഫലാനി ലഗ്നസ്യ വദന്തി സന്ധ എന്നും. അടുത്തതായിട്ട് നമ്മുടെ പ്രശ്നാർണവം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നു മൂർത്തിർവയ സ്വശരീര സ്ഥാനസ്ഥിതി സുഖാർത്ഥ കീർത്തി ജയാൻ വൃഷ്ടി സരിത് കൂപാദോ ജലോദ്ഗമം ചോതമാങ്കാമപി വിദ്യാത് എന്നും. അതായത് ഏകദേശം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ ഒരു ആകെ കഴമ്പ് നോക്കിയാൽ ശരീരപുഷ്ടി, ഒരു വ്യക്തിയുടെ ശരീരപുഷ്ടിയെക്കുറിച്ച് നമുക്ക് ലഗ്നഭാവം കൊണ്ട് ചിന്തിക്കാം. അതാണ് ദേഹസ്യ സൗഷ്ഠവം എന്നത്. അതുപോലെ തന്നെ സ്വാസ്ഥ്യം, ആരോഗ്യം ഒക്കെ നമുക്കതിൻ്റെ അകത്ത് ചിന്തിക്കുവാൻ പറ്റും. പാപന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അനാരോഗ്യം പറയാം. പാപൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് നോക്കുന്നതെന്ന് നോക്കിയിട്ട് ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന രോഗങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാം. മറ്റുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ ചിന്തിക്കാനുണ്ടോ. എന്നിരുന്നാൽ തന്നെയും വളരെ പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കാം. അതുപോലെ തന്നെ സ്റ്റാറ്റസ്, അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് അല്ലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒക്കെ ചിന്തിക്കാം. അതുപോലെ തന്നെ ഐശ്വര്യവും കീർത്തിയും സുഖവും വിജയവും അതുപോലെ തന്നെ അവയവങ്ങളെല്ലാം ലഗ്നം കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. കൂടാതെ ശരീരത്തിൻ്റെ നിറം, അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ആകൃതി, അതുപോലെ തന്നെ മറുകുകൾ, ലക്ഷണങ്ങൾ, യശസ്, ഗുണം, സ്ഥാനമാനങ്ങൾ, സുഖവും അസുഖവും പ്രഭാവവും അതുപോലെ തന്നെ തേജസ്സും ബലവും ദൗർബല്യവും ഇത്യാദികളെല്ലാം ആ ലഗ്നം അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ചിന്തിക്കേണ്ടത് ലഗ്നഭാവം കൊണ്ട് തന്നെയാണ്. ലഗ്നരാശി സ്വയം ഭ്രഷ്ട എന്നുണ്ട്. മറ്റുള്ള ഭാവങ്ങളെ ഒന്നും നോക്കിയില്ലെങ്കിലും ലഗ്നം കൊണ്ട് സ്വയം പറയാം നമുക്ക് ഭ്രഷ്ടാവിനെക്കുറിച്ചുള്ള സകല കാര്യം കൊണ്ടും. അതുപോലെ തന്നെ അവയവ പൂർണ്ണതയും അതുപോലെ തന്നെ അംഗവൈകല്യാദികളും ഒക്കെ ലഗ്നം കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അടുത്തതായിട്ട് രണ്ടാം ഭാവകാരകത്വം. രണ്ടാം ഭാവം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാം എന്നതാണ്. ആദ്യമേ പ്രമാണമാണ് പറയുന്നത്, അതിനുശേഷമായിരിക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവുക. അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഭർത്തവ്യമഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം വിദ്യാശ്ച വിവിധാഹ്യേ തത് സർവം ചിന്യം ദ്വിതീയത. അതായത് രണ്ടാം ഭാവത്തിന് ഒന്നാമത്തെ വീഡിയോയ്ക്ക് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാം ഭാവം കൊണ്ട് ധനസ്ഥാനം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സമ്പത്ത് ഒക്കെ ചിന്തിക്കണം എന്നതാണ്. ഇവിടെ പറയുന്നു ഭർത്തവ്യമഖിലം, ഭരിക്കപ്പെടുന്നതെല്ലാം, കുടുംബം സഹിതം നമുക്ക് വേണേൽ അവിടെ ചിന്തിക്കാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭരണം ഒക്കെ അവിടെയാണല്ലോ. അപ്പോൾ ഭർത്തവ്യമഖിലം വിത്തം ധനം വാണി വാക്കുകൾ ചക്ഷുശ്ച ദക്ഷിണം ദക്ഷിണഭാഗത്തെ കണ്ണ് അതായത് വലത് കണ്ണ് വിദ്യാശ്ച അതായത് പലതരം വിദ്യകൾ വിവിധാഹേ തത്സർവം ചിന്ത്യം ഇങ്ങനെ പലതരം കാര്യങ്ങളും അവിടെ ചിന്തിക്കാമെന്ന് പ്രശ്നമാർഗാചാര്യൻ പനക്കാട് നമ്പൂതിരി പറയുന്നുണ്ട്. ശങ്കരഗുരുവും പ്രശ്നാനുഷ്ഠാന പദ്ധതിയിൽ പറയുന്നു വിത്തം നേത്രം വാക് കുടുംബം ച വിത്താൽ എന്നും. വിത്തം വിദ്യാ സ്യാത് അന്നപാനാദി ഭുക്തിം ദക്ഷാസ്യം ദക്ഷ അക്ഷ്യ അസ്യം
പത്രികാവാ കുടുംബം എന്ന് ഫലദീപികയിലും വിത്തം ക്ഷേത്രം സുഖം വിദ്യാവാ കുടുംബ അശനാനി ച ദ്വിതീയസ്ഥാനജന്യാനി ക്രമാത് ജ്യോതിർവിദോ വിധു എന്ന് ജാതക പാരിജാതത്തിലും കുടുംബാത് ഹർത്തവ്യം മുഖം ച വാഗ് ദക്ഷിണാക്ഷി പൂർവാർത്ഥാൻ വിദ്യാ ഭുക്തിവിശേഷാൻ വിദ്യാമത്ര പ്രഭേദാംശ എന്ന് പ്രശ്നാർണവത്തിലും. അപ്പോൾ 5 ശ്ലോകങ്ങളാണ് രണ്ടാം ഭാവത്തിനെ കൊണ്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ആധികാരികമായിട്ട് ഉറപ്പിക്കാം, പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എപ്പോഴും ജ്യോതിഷ ഫലപ്രവചനം. അപ്പോൾ തൻ്റെ അധീനതയിലുള്ള എല്ലാ സമ്പത്തിനെക്കുറിച്ചും രണ്ടാം ഭാവം കൊണ്ട് പറയണം. വാക്ക്, അയാളുടെ സംസാരം, 2 ഗുളികനൊക്കെ ഉണ്ടെങ്കിൽ നാവിൽ ദോഷം അല്ലെങ്കിൽ കരുനാക്കുണ്ട് എന്നൊക്കെ അവിടെ നമുക്ക് പറയാം. അതുപോലെ തന്നെ വലത്തെ കണ്ണിനെക്കുറിച്ചും വിവിധ തരം വിദ്യകളും തൻ്റെ സമ്പാദ്യവും അതുപോലെ ഭക്ഷണപാനീയങ്ങളെയൊക്കെ ചിന്തിക്കാം. ഒരാൾ എന്താ കഴിച്ചിട്ട് വന്നേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ രണ്ടാം ഭാവം കൊണ്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ മുഖവും വായയും എഴുത്തും പുസ്തകങ്ങളും സംഭാഷണ രീതികളും വീടിനെക്കുറിച്ചും കുടുംബത്തിനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും സ്വയാർജിത വിദ്യകളെക്കുറിച്ചുമൊക്കെ ചില ആൾക്കാർ സ്വന്തം ചെയ്ത് പഠിക്കുകയില്ല, അങ്ങനെയാണ് സ്വയാർജിത വിദ്യകളെയും വിശേഷ ഭക്ഷണങ്ങളെയൊക്കെ ആണ് രണ്ടാം ഭാവം കൊണ്ട് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ബാധാസ്ഥാനമൊക്കെയാണ് വന്ന് പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ നെഗറ്റീവ് രണ്ടാം ഭാവത്തിനെ കൊണ്ട് പറയാം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. 6 ഭാവം കൊണ്ട് അല്ലെങ്കിൽ 6 വീഡിയോ കൊണ്ട് ഈ ഭാവകാരകത്വം നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും കാണുക, അതുപോലെ തന്നെ പഠിക്കുക, ജ്യോതിഷത്തിനെ പ്രചരിപ്പിക്കുക. നമസ്തേ.